14 സംസ്ഥാനങ്ങൾക്കായി 5856 കോടി, ബീഹാറിന് 655 കോടി, മണിപ്പൂരിന് 50 കോടി, 21 കോടി മിസോറാമിന്, 19 കോടി നാഗാലാൻഡിന്, 23 കോടി സിക്കിമിന്, 25 കോടി ത്രിപുരയ്ക്ക്. ഇനി 2022 മുതൽ 24 വരെ രാജ്യസഭയിലെ അവതരിപ്പിച്ച കണക്കാണ് കേട്ടോ. 941 കോടി കർണാടകയ്ക്ക് NDRF-ൽ നിന്ന്, 873 കോടി ഹിമാചലിന്, 594 കോടി അസമിന്. ഇങ്ങനെ ഒരു കണക്ക് അങ്ങ് കേരളത്തെ കുറിച്ച് പറയാമോ? ഇനി കടമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, ഈ നമ്മുടെ കലാമിറ്റികൾ ഉണ്ടാകുന്ന സമയത്ത് കടമായിട്ട് നിങ്ങൾ അങ്ങ് നന്നാക്കിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്ത സംസ്ഥാനങ്ങളുടെ കണക്കൊന്ന് പറയാമോ? ഈ 11/2/2025 ഇപ്പോൾ സർക്കാർ കൊടുത്തു എന്ന് പറയുന്ന ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരവിൻ്റെ കൂടെ, അങ്ങയുടെ കയ്യിൽ അതില്ലെങ്കിൽ ഞാനിപ്പോൾ അയച്ചു തരാം, അതിൻ്റെ കൂടെ ഓൺ അക്കൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ലോൺ അണ്ടർ പാർട്ട് 1 ഓഫ് ദി സ്കീം ഓഫ് SSAPS എന്ന് പറയുന്ന സ്കീമിൽ കേരളത്തിന് കൊടുത്ത തുകയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 52.95 എന്ന് പറഞ്ഞ് ലക്ഷത്തിൽ അത് പറയുന്നൊരു സംഖ്യ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇനി കേരളത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡ് സമയത്ത് കേരളത്തിന് എന്താ പണം കൊടുത്തില്ല കേന്ദ്രത്തിൽ നിന്ന്? ഫ്ലഡ് ഉണ്ടായ സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് പണം കൊടുത്തില്ലേ കേരളത്തിന്? ഇനി വയനാട് ദുരന്തമുണ്ടായപ്പോൾ 2 ഘട്ടങ്ങളിലായി 145 കോടി രൂപ കൊടുത്തില്ലേ? അതിനുശേഷം ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 7/2/2025 എവിടെയെങ്കിലും കേന്ദ്രം കൊടുത്തതിന്റെ കണക്ക് പറയാമോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഈ രീതിയിൽ പണം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈ രീതിയിൽ പണം തന്നിട്ടില്ല, കടമായിട്ടാണ് നമുക്ക് തരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല, പച്ചക്കള്ളമാ പറയുന്നത്. ചോദ്യം ആരുടേതാ? ശ്രീ കൃഷ്ണദാസ്, ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 7/2/2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് വന്ന സമയത്തും സംസ്ഥാന ഗവൺമെൻറ്റിനോട് ബഹുമാനപ്പെട്ട കോടതി എന്താ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ 70% ചെലവഴിക്കൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര കിട്ടുമെന്നുള്ളത് പറയാം എന്നുള്ളതല്ലേ. കേന്ദ്രം എന്താ സൂചിപ്പിച്ചത്? സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ ഫണ്ട് അലോക്കേഷൻ നടത്തിയിട്ട് കയ്യിലിരിക്കുന്ന പണം ചെലവഴിക്കാനുള്ള പ്രോസസ്സ് കണ്ടെത്തട്ടെ, അതിനുശേഷം അതിൻ്റെ പദ്ധതി വിഹിതം എവിടേക്കാണ് കൊടുക്കുന്നത് അതവർ ഡിക്ലെയർ ചെയ്യട്ടെ, അതിനുശേഷം ഫണ്ട് അലോക്കേഷൻ ആവശ്യം വന്നാൽ ഫണ്ട് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? കൊടുക്കില്ല എന്നല്ലല്ലോ. അതാ ഞാൻ തിരിച്ചു ചോദിച്ചത്. 7.5 മാസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് 1 രൂപ കൊടുക്കാനുള്ള പദ്ധതിയുടെ ഫണ്ട് അലോക്കേഷൻ കേന്ദ്രം തന്നിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, 145 കോടി വീതം തന്നിട്ടുണ്ട്. അത് SDRF-ലേക്കുള്ള ഷെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ ആദ്യം മുതൽ, ആദ്യാക്ഷരം മുതൽ ഇങ്ങോട്ട് എല്ലാ ചർച്ചയിലും പറഞ്ഞു വന്നാൽ 1 മണിക്കൂർ നമുക്ക് സംസാരിക്കാം. അതല്ലാതെ വയനാടിന്റെ പുനരുദ്ധാരണത്തിന്, ഫ്ലഡ് റിലീഫിനല്ല, പുനരുദ്ധാരണത്തിന് നമുക്ക് വേണ്ടത് പാക്കേജാണ്, നമുക്ക് വേണ്ടത് സ്പെഷ്യൽ എയ്ഡ് ആണ്. ആ കാര്യമാണ് ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പൊ അങ്ങ് വീണ്ടും കോടതിയിലേക്ക് പോവുകയാണ്. ഞാൻ ഈ സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞു. അതിൽ തന്നെ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച ഫ്ലഡ് റിലീഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആസാമിനൊക്കെ ഉള്ളത്. ഇപ്പൊ ആസാമിൽ നഷ്ടപ്പെട്ട ജീവനും കേരളത്തിൽ നഷ്ടപ്പെട്ട ജീവനും ഒക്കെ കേന്ദ്രം ഒരുപോലെയാണ് കണ്ടത്. മനുഷ്യ ജീവൻ എല്ലായിടത്തും ഒരുപോലെയാണ്, ശരി. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് 500 ജീവനുകളാണ്. അവിടെ ഒരു പുനരുദ്ധാരണം ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു പാക്കേജ് വേണം. ജീവനോപാധി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും ഈ പറയുന്ന ഫണ്ട് അലോക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മാധു, അങ്ങനെ ഒരു ഫണ്ട് അലോക്കേഷന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് 2221 കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിലാണ്. ആ നവംബർ മാസത്തിൽ ആവശ്യപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് 750 കോടി രൂപയാണ് ആകെ വയനാടിന് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. കേന്ദ്രത്തിനോട് 2200 ചില്ലാനം കോടി രൂപയുടെ പാക്കേജ് വേണമെന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിൽ വകയിരുത്തിയത് ആകെ 750 കോടി രൂപയാണ്. അത് വകയിരുത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിൽ വയനാടിന് വേണ്ടി ബാക്കിയിരിക്കുന്ന പണം 710 കോടി രൂപയാണ്. ഞാൻ അതുകൊണ്ട് സൂചിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതെ ചെലവഴിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം, നേരത്തെ പറഞ്ഞാണ് ജോർജ് കുര്യനൊക്കെ, നമ്മൾ ഒന്നാമതല്ല, നമ്മൾ പാപ്പരാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സഹായം നിലയ്ക്കാണ്. അതാണ് കാഴ്ചപ്പാടെങ്കിൽ ശരി. ഞാൻ ചോദിച്ചത് കേന്ദ്രത്തെ കുറിച്ചാണ്, അങ്ങ് സംസാരിക്കുന്നത് സംസ്ഥാനത്തെ കുറിച്ചാണ്. ഞാൻ വരാം.